പഠിപ്പിക്കും ഇവിടെ. എന്റെ സുരേഷ് ഒന്ന് തള്ളാതിരുന്ന് അടങ്ങിയിരി അവിടെ. പഠിപ്പിക്കട്ടെന്നോ സമാധാനത്തോ? ഞാൻ കല്യാണം കഴിച്ചാണ് ആർക്കാണ് അറിയേണ്ടത്? കല്യാണം കഴിപ്പിക്കാൻ നടക്കുന്നു. ആരാ ക്ലാസ്സിനകത്ത് പോകുന്ന? ആരാ ചോദിച്ചത്? ആരാ ചോദിച്ചത്? ആരായാലും ഞാൻ പോക്കും കേട്ടല്ലോ. എല്ലാരും വന്നിട്ടുണ്ടോ? ബാക്കിയുള്ളവരെ ഞാൻ കൊണ്ടുവരട്ടോ. കൊണ്ടുവരട്ടാ. ആ ആരെ വിളിക്കാൻ പോവാ കേട്ടോ. അശോകൻ, അപ്പൊ നീ ഇതിന്റെ ആളല്ലേ? പിന്നെ ഞാൻ പോക്കോന്ന് പറഞ്ഞില്ലേ? അടങ്ങി നീ ക്ലാസ് ചെയ്യുന്നു കേട്ടോ. ബാബു രാധാകൃഷ്ണൻ, രാധാകൃഷ്ണൻ, രാധാകൃഷ്ണൻ. ഹലോ, ഇങ്ങനെ വേണം പിള്ളേരായ. ക്ലാസ്സിൽ വന്നിട്ട് ആദ്യം വിളിക്കുന്ന സമയത്ത് അവൻ വിളിച്ച് പ്രസൻസ് പറയും. അതോടാ വരവ് വെച്ച് കേട്ടോ. ഓക്കെ, നാളെ വരുവാടാ. രാധാമണി, പാട്ട് നോക്കൊന്നും വേണ്ട, മര്യാദക്ക് ഇരുന്നാ മതി കേട്ടോ. ഉഷാപ്പി നായോ എപ്പ അവിടെ അമ്മ പേടിച്ചു പോയി. ഇന്നലെ ക്ലാസ്സിൽ വന്ന കൊച്ചാ. അവിടെ അമ്മ പ്രസവിച്ചെടുക്കുന്നതിന് അവക്കെന്ത് വേണം കാര്യം? 2-4 ദിവസത്തെ ലീവ് കൊടുക്കാം. പക്ഷെ ക്ലാസ് ഉള്ള ദിവസം മാത്രം പ്രസവിക്കരുതെന്ന് അവിടെ അമ്മ എടുത്ത് ഞാൻ പറഞ്ഞത് പറഞ്ഞത് കേട്ടോ. വസന്ത ഇങ്ങോട്ട് വണ്ടി ഇവിടെ വെച്ചോർന്ന് വെച്ചേക്കുന്നു. എന്തോന്ന്? അപ്പൊ ആരാ ഈ പുസ്തകം എടുത്തൊന്ന് വായിക്കുന്ന? അയ്യോ, നീ വായിക്കണ്ടേ? നീ വായിച്ചു വരുമ്പോ ഈ വർഷത്തെ പരീക്ഷ ഈ മേശ എടുക്കുക. ഇത് 3 സീല മേശയാണ്. അപ്പൊ ഇവിടുത്തെ മേശ എന്ത്? സാറ് ഒരാഴ്ചയുടെ വീലായിരുന്നില്ലേ? ലീവായിരുന്നല്ലോ. ഇവിടുത്തെ മേശ എന്താന്ന് വെച്ചത്? ഇവിടുത്തെ മേശ കൊണ്ട് 4 സീലും ഉണ്ട് കേട്ടോ. 4 സീൽ മേശയോ? 4 സീൽ മേശ 2 വീല്. ഇവിടെ എത്ര ഡിവിഷൻ ഉണ്ട് സാറേ? 6 ഡിവിഷൻ. എത്ര മേശ ഉണ്ട്? 3 മേശ. 6 ഡിവിഷൻ 3 മേശ. എത്ര കസേരയുണ്ട്? 5 കസേര. 6 ഡിവിഷൻ 5 കസേര. ആ ഒരെണ്ണം എന്ത്? സാറ് ഒരെണ്ണം കേടായിരിക്കല്ലേ? കാർ പിടിച്ചെടുക്കല്ലേ? ഏതെങ്കിലും ആശാരി വിളിച്ചത് നന്നാക്കിക്കരുതോ? എന്റെ പൊന്നു സാർ, ഏതെങ്കിലും ആശാരിമാർ ഇപ്പൊ കൃത്യസമയത്ത് വരുമോ? കഴിഞ്ഞ ആഴ്ച ഒരു കുപ്പി കള്ളും വാങ്ങിയോട് ഇന്നലെ വരാന്ന് പറഞ്ഞു. എന്റെ കള്ളിന്റെ കാശ് പോയെന്ന് വെച്ചോ. അവൻ കാര്യമാക്കുന്നത് ഏതായാലും കൊണ്ടുപോക്കോ. കൊണ്ടുപോ. ശരി, കൊണ്ടുപോക്കോ. രമേശ, ഇനി മേശയുടെ കാര്യം പറഞ്ഞ് ഇങ്ങോട്ട് വരരുത്. ശരി. ഒരുത്ത മരുന്ന് ക്ലാസ്സിൽ തുടങ്ങി മണി ഇത്രയായി. ഇപ്പഴാ ഒരുത്ത മരുന്ന്. അടിയനിവിടെ കാത്തിരിക്കുമായിരുന്നു. നീ എന്തിനാ സമയത്ത് ക്ലാസ്സിൽ വന്നിട്ട്? ഇപ്പൊ എന്നിട്ട് 10 ആയല്ലോ. ആവശ്യം നീ ആണോ ഇട്ടത്? നല്ലോണം അമ്മ ഇട്ടത് എങ്ങനെയാണോ ഇടുന്നത്? ഇവിടെ ബോർഡ് എന്താടാ? ഇവിടെ ബോർഡ് എന്തേ? നമ്മൾ നിങ്ങളുടെ കഥ എടുത്ത് അവിടെ ഇടാൻ ചെയ്യാണോ? ഈ ബോർഡ് ഈ സ്റ്റാൻഡ് എടുത്ത് കഞ്ഞിപ്പയെ കൊണ്ടുകൊടും. പിള്ളേർക്ക് കഞ്ഞിയെങ്കിലും കൊണ്ടുകൊടും. ഫ്ലൈറ്റ് കൊണ്ടുവന്നിട്ടുണ്ടോ? എന്തേ എന്തോടോ ഫ്ലൈറ്റ് ആയിട്ട് എനിക്ക് മനസ്സിലായി. അകത്തിരുന്ന സാധനമൊക്കെ എന്ത്? അയ്യോ, നിന്റെ അച്ഛന്റെ മഴ ഒരു വരുവായിട്ടാണല്ലോ. ആണോ? അച്ഛനോട് കയ്യക്കട തുടങ്ങാൻ പോകാം. രമേശ, ഇതോടെ കൊണ്ടുപോകാം. വരവരയിലോട്ട് ഒരു കറിക്കുള്ള വരവുണ്ട്. എല്ലാം പഠിച്ചോണ്ട് വന്നിട്ടുണ്ടോ? കുറച്ചായിപ്പോയോ? ബാക്കിയുള്ള ആളുകൾ പഠിക്കും. ഞാൻ പഠിക്കണോ? ഇതെല്ലാം പഠിപ്പിച്ച പാഠഭാഗങ്ങൾ കുറെ ചോദ്യം ചോദിക്കട്ടെ. കറക്റ്റായിട്ട് ഉത്തരം പറയുമോ? സോക്രട്ടീസ് ജനിച്ചത് എവിടെയാണ്? ജനിച്ചത് എവിടെയാണ്? സോക്രട്ടീസ് ജനിച്ചത് നീ ഇത്ര അനുയോജ്യമാക്കരുത് കേട്ടോ. ഹിന്ദിയിൽ നാളെ എന്നുള്ളതിന് ടൽ എന്ന്
എന്ന് പറയുന്നു. അപ്പോൾ മറ്റന്നാൾ എന്ത് പറയും? തലക്കടിക്കണം. അറിയാമോ? ശത്രുക്കളെ നിഗ്രഹിക്കാൻ മഹാവിഷ്ണുവിന്റെ ചൂണ്ടുവിരൽ കിടന്ന് കറങ്ങുന്ന ആയുധത്തിന്റെ പേരെന്താ? നിന്നെ എന്തോ ചെയ്യണമെന്നറിയാം. നീ ആ പാഠം എടുത്ത് വായിച്ചേ. 21 പാഠം എടുത്ത് വായിക്കും. ബ്രഷ് നോക്കി പെയിന്റ് നീ പാഠശേഖരം എടുക്കുവാണല്ലോ. പാഠം ഇടാം. 21 പാഠം ഇടും. വായിക്കും. അല്ലടാ അവസാനം തൊട്ട് പാടൊക്കെ 63 പാടയുടെ എത്തുന്ന പാഠം വായിക്കണം. താഴോട്ട് വായിച്ചാൽ മതി. ആ വരാനോ? പിന്നെ പാട ആ ശരിയാണ്. എല്ലാവരും നമ്മുടെ സർക്കാർ ബസ്സിൽ അച്ചടിച്ചതായതുകൊണ്ടാണ്. അങ്ങോട്ടും ചെറിയ വ്യത്യാസം വരും. നമ്മൾ സഹിക്കണം. ആ കായുടെ ഇപ്പുറത്ത് എല്ലാവരും ഒരു ദീർഘമിട്ടെ. അപ്പോഴങ്ങനെ വായിക്കും. ഈ പറച്ചിൽ കഴിഞ്ഞ ഉള്ള കാക്കയിലാണ് കേരളത്തിൽ നിന്ന് പോകുന്നതാ. കൂട്ടിനകത്താണോ? ബൈക്കിനകത്ത്. എടാ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ? നിന്റെ സ്കൂട്ടിന്റെ പുറകെ പോകാതെ. എടാ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ? ഒരു പിന്നു കുത്തിക്കൊണ്ട് വരുമല്ലോ. നീ ശശികലയിൽ പിന്നെ വന്നിട്ടുള്ള അവിടെ പാവാടയില്ലാതെ അങ്ങോട്ടേക്ക് നടക്കാം. പിന്നെ കുഞ്ഞിന് പനി പിടിച്ചോ? പിന്നെ വലിയ പാടം വായിക്കാൻ പറഞ്ഞാൽ അന്നേരം മൂത്രം ഒഴിച്ചോ? ഈ പീരീഡ് കഴിഞ്ഞാൽ വിടത്തുള്ളൂ. ഈ പീരീഡ് കഴിഞ്ഞാൽ വിടത്തുള്ളൂ. പഠിക്കുന്ന പുസ്തകം ഉണ്ടാവുക ഇത് തുടങ്ങുന്നത്. എന്ത് കഷ്ടം പിടിച്ച് ഏർപ്പാടത്. ഈ പീരീഡ് കഴിഞ്ഞ പക്ഷേ മണ്ണാക്കിയിട്ടാണ് കേട്ടോ. പുസ്തകം നോക്കി അസ്വസ്ഥതയോടെ വായിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അയ്യോ കാക്ക്. ശരിയാ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവമാണ്. ഒരു റായില്ല. എല്ലാവരും ആ റായുടെ ഇപ്പുറത്ത് ഒരു റായ ഇട്ടു. അപ്പൊ എങ്ങനെ വായിക്കും? അയ്യോ കാക്കെ. അയ്യോ കാക്കെ പറഞ്ഞോന്നോ. ഇവിടെ 2 റായിടുമ്പോൾ ഇറ്റ എന്ന് വായിക്കും. മനസ്സിലായോ? ചെറ്റയുടെ ആയിട്ട വായിച്ചോ? കത്തിച്ചോ? അപ്പൊ കാക്ക കണ്ടിട്ടുണ്ടോ? കാക്ക എങ്ങനെ ഇരിക്കും? കാക്ക നിറമുണ്ട്. കറുപ്പാ. കാക്കയ്ക്ക് എന്തൊക്കെ ഉണ്ട്? അതെ റേഷൻ കാർഡിലുണ്ട്. ഏത് കാക്കയ്ക്കാണ് ഇതൊക്കെ ഉള്ളത്? കാക്കയുടെ കാര്യമല്ല ചോദിച്ചത്. നമ്മൾ പറഞ്ഞു കിടക്കുന്ന കാക്കയുടെ കാര്യമാണ് ചോദിച്ചത്. 2 കണ്ണ്. ഒരു ചിറകല്ലോ. ഒന്നാം ചിലപ്പോ കാക്കുന്നത് ഇങ്ങനെയാണ് പറക്കുന്നത്. അത് ചിറകനും ചിരട്ടയൊന്നുമല്ല. 2 ചിറകുകൾ. 2 കാല്. ആവശ്യമില്ലാത്ത ശ്രദ്ധിക്കുവോ? കാക്കയുടെ കൂടെ എവിടാണ്? കോഴിയോ? അപ്പൊ കാക്ക കയറി അതിൻ്റെ അകത്തിരിക്കും. എടാ അത് വലിയ വലിയ വൃക്ഷങ്ങളുടെ മുകളിലാണ് കാക്കയുടെ കൂടെ. എവിടാ? കുഞ്ഞിന് എന്ത് തീറ്റയാ കൊടുക്കുന്നേ? അച്ഛൻ വാങ്ങിച്ചു കാക്കയ്ക്ക് ബിരിയാണി. എടാ അത് മാലിന്യമായ വസ്തുക്കളാണ് കാക്ക തിന്നുന്നത്. എന്താ മാലിന്യയുടെ? അവിടെ അനിയത്തി സൗദാമിന്റെ. കുഞ്ഞ് എങ്ങനെ കിടന്ന് കരഞ്ഞിടും? കാക്ക കുഞ്ഞ് തീറ്റ കിട്ടിയില്ല. കമന്ന് കിടന്ന് കരയും. ഒന്നില്ലെങ്കിൽ കരയണോ അല്ലെങ്കിൽ
നെയ്യപ്പം എങ്ങനെ ഇരിക്കടാ? പറ. ആ ആ അതാണ് നെയ്യപ്പ. അതിന് പണം മറ്റും വന്നിട്ടുണ്ടോ? ഞങ്ങൾക്ക് കാണിച്ചു. അയ്യോ നിന്നെ അങ്ങനെ ഞാൻ വെറുതെ വിടുന്ന ലക്ഷണമൊന്നുമില്ല. നീ പടം കാണിയത് എന്താടാ? കഴുതയുടെ പടം വരച്ചുകൊണ്ടു എന്തോടാ? വെള്ള പേപ്പറാണല്ലോ. വെള്ള പേപ്പറോ? എന്നിട്ട് റൊട്ടി എന്ത്? എന്നിട്ട് പട്ടി എന്ത്? ഇതിനെ ശിക്ഷിച്ചിട്ടൊന്നും ഒരു കഥയില്ല. നീ സൈക്കിളിൽ ഓട്ടാ. സൈക്കിൾ ഇല്ല സൈക്കിൾ. നീ മോഡേൺ ആർട്ടിന്റെ ആളല്ലേ? നീ സൈക്കിൾ ഇല്ല സൈക്കിളെ വിട്ട് നാട്ടിലെ പിടികളാ. ഇന്ന് വൈകുന്നേരം വരെ നീ ഇന്നേ പോലെ ചവിട്ടി നന്നയ്ക്കാം. എന്താടാ? ഇറക്കമില്ല. ചവിട്ടാൻ ഇറക്കമില്ല. പിടിച്ചോ. കേട്ടോ? അത് ചുമ്മാ പറഞ്ഞ നീ ചവിട്ടാൻ അങ്ങോട്ട്. കസേരക്കൊന്നും അല്ലടോ മാഷേ. താനീ ചെറുക്കനെ കാക്കിരി മൂക്കിൽ പഠിപ്പിക്കാതെ ഈ പിള്ളേരെ കൂടെ വിളിച്ച് ഇവിടെ ഒന്ന് ചെത്ത് വൃത്തിയാക്കണേ. എന്തിനാ സാറേ? എയ്യോ വന്നിട്ടുണ്ട്. എയ്യോ വന്നിട്ടുണ്ടോ? എവിടെ എത്തി?